തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടെന്ന് പരാതി. ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ വാഴമുക്ക് മംഗലശ്ശേരി ഭാഗത്തെ ഓട നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടെന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ച് വീട്ടമ്മ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി. ഇതേസമയം ഓട നിർമ്മാണം സമീപ വീട്ടുകാർ തടസ്സപ്പെടുത്തുന്നതായി പഞ്ചായത്ത് അംഗം ആരോപിച്ചു. ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടുണ്ടെന്ന് കാട്ടിയാണ് മുഖ്യമന്ത്രിക്കുൾപ്പെടെ വീട്ടമ്മ പരാതി നൽകിയത്. ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ 20 ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന വാഴമുക്ക് മംഗലശ്ശേരി ഭാഗത്തെ ഓട നിർമ്മാണത്തിൽ ക്രമക്കേട് ഉണ്ടെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, വിജിലൻസ് ഡയറക്ടർ, ജില്ലാ കളക്ടർ, കൊല്ലം വിജിലൻസ് ഡിവൈഎസ്പി, തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ പ്രോഗ്രാം ഓഫീസർ എന്നിവർക്കാണ് വീട്ടമ്മ സലൂജ പരാതി നൽകിയത്. ഓട നിർമ്മിച്ച് എൻ്റെ വീട്ടിൽ വെള്ളം കയറ്റത്തക്ക റോഡിലെ ഓട പൊക്കി വെച്ചു. റൈറ്റ് സൈഡിൽ കൂടെ വർഷങ്ങളായി പോയിക്കൊണ്ടിരുന്ന ഓടയാണ്. അത് ഇടത്ത് സൈഡിൽ കൂടെ ആക്കി എൻ്റെ വീട്ടിലോട്ട് എൻ്റെ ഒരൊറ്റ വീട്ടിലോട്ട് വെള്ളം കയറ്റാൻ വേണ്ടി മാത്രം അവർ ഓട നിർമ്മിച്ച് റോഡ് പൊക്കി എൻ്റെ വീട്ടിൽ മുഴുവൻ വെള്ളം കയറുന്നു. ഇപ്പോഴും ചെറിയൊരു മഴയ്ക്ക് പോലും വെള്ളമാണ്. ഈ റോഡിലെ മണ്ണ് മറ്റൊരു വീട്ടിലെ തൊഴിലുറപ്പ് മേറ്റിൻ്റെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമാണ് ഈ റോഡ് നടുക്കൂടെ മുറിച്ച് കൊണ്ടുപോയി അവർക്ക് മണ്ണെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നെ ആവശ്യമില്ലാതെ പരാതികളിലും കുറ്റപ്പെടുത്തലുകളിലൊക്കെ അവരെ ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ഒരുപാടെടുത്ത് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേസമയം ഓട നിർമ്മാണം പ്രദേശത്തെ വീട്ടുകാർ തടസ്സപ്പെടുത്തുകയാണെന്ന് പഞ്ചായത്ത് അംഗം ആരോപിച്ചു. മിക്ക വീടുകളുടെയും മതിലുള്ളതിനാൽ ഇടുങ്ങിയ ഭാഗമാണിവിടെ. റോഡിന്റെ മധ്യഭാഗത്തു കൂടിയും ഓട കടന്നു പോകുന്നുണ്ട്. സ്ലാബിട്ട് മൂടിയ ഓടയുടെ മുൻഭാഗത്ത് ചരിവുണ്ടെന്നും അതുകാരണം വീട്ടിലേക്ക് മഴവെള്ളം ഒഴുകുമെന്ന ന്യായം നിരത്തിയാണ് ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും പഞ്ചായത്ത് അംഗം ആരോപിച്ചു. 20 ലക്ഷം മുടക്കിയുള്ള ജോലിയുടെ ഡിസൈൻ നേരത്തെ തന്നെ വഴിയോട് ചേർന്ന് താമസിക്കുന്നവരെ ബോധ്യപ്പെടുത്തിയെന്നും ജോലി തീർന്നപ്പോൾ എതിർപ്പുമായി എത്തിയത് ബോധപൂർവമാണെന്നും പഞ്ചായത്ത് അംഗം പറയുന്നു. നേരത്തെ നമുക്ക് കൊച്ചോടയായിരുന്നു, ചെറിയ വ്യാസമില്ലാത്ത കുടലിട്ടിരുന്ന ഓടയായിരുന്നു. അത് ഓരോരുത്തരുടെ അയ്യത്തും വീട്ടിലും ഒക്കെ ഇരുന്ന് വിഷയമില്ല. ഇപ്പോൾ നമ്മൾ ഈ 1.5 മീറ്റർ വീതിയിൽ ഓട വന്നപ്പോൾ ഈ 4 സെൻറ്റുകാരുടെ പല വീട്ടുകാരുടെയും റോഡിലോട്ട് ആണ് മതിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പഴയ വന്ന രീതിയിൽ ഓട കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അത് നമ്മൾ ആ വീട്ടുകാരനെ അന്ന് ഞാൻ വിളിച്ച് ബോധ്യപ്പെടുത്തി എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് മുമ്പേ ഓട ക്രോസ് ചെയിൻ ചെയ്തേക്കുന്നത് റോഡിൻ്റെ നടുക്കൂടെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഇവർ ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കി 4 ദിവസം ജോലിക്കാരുടെ 20 പേരുടെ വീതം പണി തടസ്സപ്പെടുത്തി. മുഖ്യമന്ത്രിയോട്ട് താഴോട്ട് 5 അടുത്ത് പരാതി കൊടുത്തു, 5 പത്രത്തിൽ വാർത്ത കൊടുത്തു. എന്ന് വേണ്ട വന്ന ജോലിക്കാരെ ചീത്ത വിളിച്ചു. എ ഓവർസിയറെ, വാർഡ് മെമ്പറെ എല്ലാം വളരെ മോശമായ രീതിയിൽ അപമാനിച്ചു. 20 ലക്ഷം രൂപയുടേതാണ് നിലവിൽ പ്രവർത്തികൾ. നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് പരാതിക്കാരിയായ വീട്ടമ്മയുടെ ആക്ഷേപം. എസ്റ്റിമേറ്റ് ഇല്ലാതെയാണ് ജോലികൾ നടന്നതെന്നും ചിലരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നീക്കം നടക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. കരാറുകാരൻ കള്ളജോലികൾക്ക് കൂട്ടുനിൽക്കുന്നതായും നിരവധി തവണ വിവരം പഞ്ചായത്തിൽ അറിയിച്ചിട്ട് നടപടിയെടുത്തില്ലെന്നും വീട്ടമ്മ കുറ്റപ്പെടുത്തുന്നു. ജോലിയെടുക്കാത്ത തൊഴിലാളികളുടെ പേരിൽ മസ്റ്റർ റോൾ ഉണ്ടാക്കി വ്യാജ ഒപ്പിട്ട പണം മാറിയെടുക്കാനുള്ള ശ്രമത്തിലാണെന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഓട നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥ താൽപ്പര്യവും കഴിവുകേടുമാണ് നിലനിൽക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.